ഇന്നിപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇപ്പോൾ ഷിനോയ്ക്കൊന്നും അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മയൊക്കെ വൈക്കത്തായിരുന്നു. അമ്മയൊക്കെ അവിടെ നിന്ന് കഴിച്ച് ശീലമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തും ഞാൻ വയനാട്ടിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ വയനാട്ടിലും അതെ ഏട്ടമുട്ട എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും. അതായത് ഏട്ട മീനിൻ്റെ മുട്ട. അത് ഏകദേശം നമ്മളെ ഈ ഗ്രീൻ പീസ് പോലെ ഇരിക്കും. കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ, കുറച്ചും കൂടി. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന രീതി ഉണ്ടല്ലോ, അതേപോലെ അമ്മ വീട്ടിൽ പണ്ട് ഉണ്ടാക്കാറുണ്ട്. അത് ഒരു രീതിയാണ്. പിന്നെ തേങ്ങ ഇട്ടിട്ട് വേറെ രീതിയൊക്കെ ഉണ്ടാക്കും. പല രീതികളിലും വെക്കാം. അത് നമ്മളെ യുക്തി പോലെ ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ ഒരു രീതി, പക്ഷേ ഏട്ടമുട്ടയല്ല നമ്മളെ കഥാപാത്രം പച്ചപ്പട്ടാണ് ഗ്രീൻ പീസ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഏട്ടമുട്ട വെക്കുന്ന രീതിയിലാണ് നമ്മൾ ടീച്ചർ വെക്കാൻ പോകുന്നത്. അതെ, എന്നാൽ തുടങ്ങിയേക്കാം അല്ലേ? നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇത് കഴുകി നല്ല വെള്ളത്തിലിട്ട് വെച്ചതാണ്. അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇതിലൊക്കെ ഇടണം. പിന്നെ വെളുത്തുള്ളി ഉണ്ട്. ഇതൊരു 5-8 വെളുത്തുള്ളി മുറിച്ചത് നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ഉപ്പ് ഇടാം. കുറച്ച് മഞ്ഞപ്പൊടിയോ ഇടാം. അത് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ സംഭവം ഉണ്ടാക്കാനുള്ളതിന് റെഡി ആയിട്ടുണ്ട്. അതിന് വെന്ത് അലിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് പാന് വയ്ക്കാം. നമുക്ക് ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇടാം കേട്ടോ. അതിലേക്ക് ഒരു 4 അല്ലി കീറിയ മുളക്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, അതും ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 5 പച്ചമുളക് മുറിച്ചതുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് വറവിൽ കിടക്കാൻ നല്ലൊരു മണം ഇരുന്നിട്ട് കേട്ടോ. അതിൽ കുറച്ച് വലിയ ഉള്ളി, ഒരു ഉള്ളി മുറിച്ചതാണ്, അതും ഇട്ടിട്ട് വഴറ്റാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോഴും ഇട്ടിരുന്നു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ചെറിയ സ്പൂണാണ്. പിന്നെ ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വഴറ്റി വരാൻ നമുക്ക് എണ്ണ കുറച്ചും കൂടി വേണ്ടി വരും. കുറച്ച് എണ്ണ വയ്ക്കാം. രണ്ട് തക്കാളി മുറിച്ച് വെച്ചതുണ്ട്, നമുക്ക് അതിലിട്ടിട്ട് കൊടുക്കാം.
ഇനി ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടി വേണം കേട്ടോ, കുറച്ചും കൂടി ഉപ്പിടുകയാണ്. അത് സെറ്റായിട്ടുണ്ട്. നമുക്കിതിൽ പച്ചപ്പട്ടാണി ഇടാം. ഇപ്പം നമ്മളുടെ ഗ്രീൻ പീസ് എന്താ പറയുക, ഏട്ടമുട്ട വെക്കുന്ന പോലെയുള്ള കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കുന്നതിന് മുമ്പ് കുറച്ചെണ്ണ ഒന്ന് ഒഴിച്ചേക്കാം. ആ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും. സ്റ്റവ് ഓഫാക്കുകയാണേ. ഇപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. ആണല്ലേ, നല്ല രസമുണ്ട്. കറി ഗ്രീൻ പീസ് മസാലയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് അല്ലാണ്ട് കറി വെച്ച് അപ്പത്തിനൊക്കെ നമ്മൾ കൂട്ടുന്ന കറികൾ തേങ്ങ അരച്ചിട്ടൊക്കെ അതെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. ആണല്ലേ, ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അതായത് നമ്മുടെ ഗ്രീൻ പീസ് ടീച്ചർ ഏട്ടമുട്ട അല്ലേ, ഏട്ടമുട്ട എന്നാ ഏട്ടമുട്ട പോലെ, ഏട്ടമുട്ട കുറേ ടൈപ്പിൽ വെക്കാം. അതിൻ്റെ ഒരു ടൈപ്പ് വെക്കുന്ന പോലെ വെച്ചത് ഒരു ടൈപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, എരിവുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ല, ഗ്രീൻ പീസ് ഒത്തിരി അങ്ങ് ആയിട്ടില്ല, വെന്ത് പോകാതെയൊക്കെ എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് നല്ലത് കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഏട്ടമുട്ട ഗ്രീൻ പീസ്. അതിന്റെ വേറെ വകുപ്പുകൾ പിന്നീട് കാണിക്കൂല, പിന്നെ വരും, വിഭാഗം ഉണ്ടെന്നല്ല പറഞ്ഞത്, അടുത്ത് വരും. എന്തായാലും നല്ല ഗ്രീൻ പീസ്. ഇതിന് എന്താ ഏട്ടമുട്ട തന്നെയാണ് പറയുക, അതോ വേറെ എന്തെങ്കിലും പേരുണ്ടോ ഗ്രീൻ പീസ്? ഇല്ല, നമുക്ക് ഗ്രീൻ പീസ് എന്താ പറയുക, ഗ്രീൻ പീസിന്റെ ഒരു കറി. അത് കേൾക്കുന്നവര് ഏട്ടമുട്ട പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഏട്ടമുട്ട മോഡലിൽ, ഏട്ടമുട്ട വെക്കുന്ന മോഡലിൽ. അത് ചിലർക്കൊക്കെ അറിയാം ഏട്ടമുട്ട എന്ന് പറഞ്ഞാലേ പണ്ട്. അല്ലെങ്കിൽ പ്രായമുള്ളവരോട് ചോദിച്ച് അല്ലേ. അപ്പോൾ എന്തായാലും നല്ല നല്ല അടിപൊളി വിഭവമായിരുന്നു. അതെല്ലാവരും വെച്ച് നോക്കുക, ടീച്ചറിനെ അറിയിക്കുക അല്ലേ, കമൻറ്റ്. അതെ, കമൻസിലിടണം എല്ലാവരും. അപ്പോൾ വീണ്ടും കാണാം. വീണ്ടും കാണാം.